Hello dear children, welcome to Kids Area Online. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? എല്ലാവരും എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തോ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസേഴ്സ് ഒക്കെ ശരിയാണോ നോക്കാം. അതിനു മുൻപ് കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ ഏപ്രിൽ 1 മുതൽ വെക്കേഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഏപ്രിൽ 1 മുതലാണ് വെക്കേഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒത്തിരി കോഴ്സുകൾ ഈ വെക്കേഷനിൽ കുട്ടികൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഈ വിഷയങ്ങളിലുള്ള റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് ഒരുക്കിയിട്ടുണ്ട്. മലയാളം എഴുതാനും കൂട്ടി വായിക്കാനും കൂട്ടി എഴുതാനും ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവും. ഇംഗ്ലീഷ് കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും അറിയാത്ത കുട്ടികളുണ്ടാവും. ഹിന്ദിയും അതുപോലെ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും അറിയാത്ത കുട്ടികളുണ്ടാവും. അവർക്കായിട്ടുള്ള ക്ലാസ്സുകളാണ് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയിൽ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ്. ഇനി ലെറ്റേഴ്സ് അറിയാത്ത കുട്ടികളാണെങ്കിൽ ലെറ്റേഴ്സിന്റെ ക്ലാസ്സും അവൈലബിൾ ആണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ്, കുട്ടികൾക്കായുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഈ അവധിക്കാലത്ത് കിഡ്സ് ഏരിയ ഓൺലൈൻ ക്രമീകരിച്ചിട്ടുണ്ട്. കുട്ടികൾ സ്വന്തമായിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സുകൾ കുട്ടികൾക്കായിട്ട് ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. മാത്സ് ബേസിക് ക്ലാസ് നൽകുന്നുണ്ട്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതൊക്കെ ഇപ്പോഴും ഒത്തിരി കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ബേസിക് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് മാത്സ് ബേസിക് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. അതുപോലെ LKG, UKG ക്ലാസ്സുകൾ നെക്സ്റ്റ് ജൂൺ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലോകത്തിന്റെ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികളെ LKG, UKG പഠിപ്പിക്കാം. അതുപോലെ STD 1 മുതൽ STD 5 വരെയുള്ള കുട്ടികൾക്ക് ജൂൺ 1 മുതൽ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജൂൺ 1 മുതൽ ട്യൂഷനും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ഓർമ്മയിൽ വെക്കുക. എല്ലാ ക്ലാസ്സുകളും വരുന്നത് സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. നിങ്ങൾ ആബ്സെന്റ് ആവുന്ന ദിവസങ്ങളിൽ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. നിങ്ങൾ ചെയ്യുവാനുള്ളത്, നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും. 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. ഇത് ഇൻഡിപെൻഡന്റ് ക്ലാസ്സിലെ കുട്ടികളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. നേരത്തെ ടീച്ചർ HS അറ്റച്ച്ഡ് കുട്ടികളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഇൻഡിപെൻഡന്റ് സ്കൂളിലെ കുട്ടികൾക്കുള്ള 2ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാലോ? യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിസൺ, ഡ്രോ ആൻഡ് കളർ. ടീച്ചർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. എന്താണോ അതിൽ എഴുതാൻ വരയ്ക്കേണ്ടത് വരയ്ക്കുക, കളർ ചെയ്യാനുള്ളത് കളർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ആക്ടിവിറ്റി. ഇവിടെ നോക്കിയ ഒരു ഷോപ്പ് കാണുന്നുണ്ട്, വെജിറ്റബിൾ ഷോപ്പ് അല്ലെങ്കിൽ ഫ്രൂട്ട് ഷോപ്പ് ഒക്കെ കാണുന്നുണ്ട്. ഇതിൽ നിന്ന് ഒന്നാമത് പറയുന്നത് ഡ്രോയിങ് 2 ക്യാരറ്റ്സ്. ഇവിടെ 2 ക്യാരറ്റ് വരയ്ക്കുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തേത് പറയുന്നത്. ഡ്രോയിങ് 2 ക്യാരറ്റ്സ്. അടുത്ത് പറയുന്നത് ഡ്രോയിങ് 3 ടൊമാറ്റോസ്. 3 തക്കാളി വരയ്ക്കുക. ഡ്രോയിങ് 3 ടൊമാറ്റോസ്. 3 തക്കാളി വരയ്ക്കുക. ഡ്രോയിങ് സം പൊട്ടാറ്റോസ്. പൊട്ടാറ്റോ വരയ്ക്കുക. ഡ്രോയിങ് സം പൊട്ടാറ്റോസ്. കുറച്ച് പൊട്ടാറ്റോസ് വരയ്ക്കുക. ഡ്രോയിങ് എനി 1 വെജിറ്റബിൾ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വെജിറ്റബിൾ വരയ്ക്കാം. കളറിങ് ദ പിക്ചർ. പിക്ചർ കളർ ചെയ്യാം. അപ്പോൾ 5 കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് 2 ക്യാരറ്റ് വരയ്ക്കാൻ പറയുന്നുണ്ട്. അതിനുശേഷം 3 ടൊമാറ്റോസ് വരയ്ക്കാൻ പറയുന്നുണ്ട്. അതിനുശേഷം കുറച്ച് പൊട്ടാറ്റോസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊട്ടാറ്റോസ് വരയ്ക്കാമെന്ന് പറയുന്നുണ്ട്. ഡ്രോയിങ് എനി 1 വെജിറ്റബിൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വെജിറ്റബിൾ വരയ്ക്കാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഈ പിക്ചർ കളർ ചെയ്യുക എന്നായിരുന്നു ഫസ്റ്റ് ആക്ടിവിറ്റി. രണ്ടാമത്തെ ആക്ടിവിറ്റി റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. റീഡിംഗ് ദ സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൻ ബിലോ. അക്കു ആൻഡ് മിക്കു. അക്കു ദ ഗോട്ട് ആൻഡ് മിക്കു ദ ഗോട്ട് വെയർ ബെസ്റ്റ് ഫ്രണ്ട്സ്. അക്കു മിക്കു എന്ന ആടുകൾ നല്ല കൂട്ടുകാരായിരുന്നു. വൺ ഡേ ദേ ഡിസൈഡഡ് ടു ഗോ ടു ദ മാർക്കറ്റ് ടുഗദർ. ഒരു ദിവസം അവർ ചന്തയിൽ ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചു. ഓൺ ദെയർ വേ, അവരുടെ പോകുന്ന വഴിയിൽ ദേ റീച്ച്ഡ് എ നാരോ ബ്രിഡ്ജ് അക്രോസ് ദ റിവർ. ഒരു ചെറിയൊരു ബ്രിഡ്ജിന്റെ അടുത്ത് അവർ എത്തി. റിവറിന് കുറുകെയുള്ള പാലത്തിനടുത്തെത്തി. ഐ വാണ്ട് ടു ഗോ ഫസ്റ്റ് സെഡ് അക്കു. അക്കു പറഞ്ഞു ഞാൻ ആദ്യം പോകുന്നു. നോ ഐ വിൽ ഗോ ഫസ്റ്റ് സെഡ് മിക്കു. മിക്കു പറഞ്ഞു ഇല്ല ഞാൻ ആദ്യം പോകുന്നു. അവർ തമ്മിൽ ഞാൻ ആദ്യം പോകുന്നു എന്ന് വാക്ക് തർക്കമായി. ദേ ബോത്ത് ട്രൈ ടു ക്രോസ് ദ ബ്രിഡ്ജ് അറ്റ് ദ സെയിം ടൈം. രണ്ടുപേരും ഒരുമിച്ച് ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ ശ്രമിച്ചു. ബട്ട് സ്പ്ലാഷ് ദേ ഫെൽ ഇൻ ടു ദ റിവർ. പക്ഷെ എന്ത് പറ്റി? അവർ റിവറിൽ വീണു. സംഹൗ അക്കു ആൻഡ് മിക്കു came out of the river. എങ്ങനെയൊക്കെയോ അവർ എന്ത് ചെയ്തു? റിവറിന് പുറത്തെത്തി. they were fully wet. അവർ എന്ത് ചെയ്തു? മുഴുവനും നനഞ്ഞു പോയി. but they were happy. പക്ഷെ അവർ സന്തോഷത്തിലായിരുന്നു. who were 2 friends in the story. ഈ കഥയിൽ 2 ഫ്രണ്ട്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ആരാണവർ? അക്കു ദ ഗോട്ട് ആൻഡ് മിക്കു ദ ഗോട്ട്.
അക്കുവും മിക്കുവും ആണ് ഇവിടെ പറയുന്നത്. അവരാരാണ്? ഗോഡ്സ് ആണ്, ആടുകളാണ്. ഓക്കെ, അപ്പോൾ അക്കു ആൻഡ് മിക്കു ആണ് ഇവിടുത്തെ 2 ഫ്രണ്ട്സ്. അക്കു ആൻഡ് മിക്കു. Where did Akku and Mikku want to go? അവർ എവിടെ പോകാനാണ് പോയത്? പാർക്ക്, മാർക്കറ്റ്, റിവർ. എവിടെയാണ്? മാർക്കറ്റ്, ചന്തയിലാണ് അവർ ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചത്. മൂന്നാമത്തേത്, വാട്ട് ഹാപ്പൻ വെൻ അക്കു ആൻഡ് മിക്കു ട്രൈ ടു ക്രോസ് ദ ബ്രിഡ്ജ് ടുഗദർ? അവർ ഒരുമിച്ച് അക്കുവും മിക്കുവും ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? They fell into the river. അവർ വെള്ളത്തിൽ, നദിയിൽ വീണു. നാലാമത്തെ ചോദ്യം, ദ ബ്രിഡ്ജ് വാസ് നാരോ, ലാർജ്, വൈഡ്. എങ്ങനെയുള്ള ബ്രിഡ്ജ് ആയിരുന്നു? ഇവിടെ പറയുന്നുണ്ട്. നോക്കിയേ, നാരോ ബ്രിഡ്ജ്. എന്താണ് നാരോ? ഇടുങ്ങിയ ചെറിയ ബ്രിഡ്ജാണ്. അപ്പോൾ ശരി ഉത്തരം ഏതാണ്? നാരോ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് അക്കു ആൻഡ് മിക്കു ഫീൽ ആഫ്റ്റർ കമ്മിങ് ഔട്ട് ഓഫ് ദ റിവർ? അവർ രണ്ടുപേരും റിവറിൽ നിന്ന് പുറത്തെത്തിയല്ലോ. അപ്പോൾ അവർ എന്തായിരുന്നു? അവരുടെ ഫീൽ എന്തായിരുന്നു? ദേഷ്യമാണോ, ദുഃഖമാണോ, ഹാപ്പിയാണോ? ഹാപ്പി ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ ആക്ടിവിറ്റി ഡിസ്ക്രിപ്ഷൻ ആണ്. ഡിസ്ക്രൈബ് ദ പിക്ചർ. ഇവിടെ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. ആ പിക്ചർ എന്ത് ചെയ്യുക? ഡിസ്ക്രൈബ് ചെയ്യുക, വിവരിച്ചെഴുതുക. കാർ ഓടിക്കുന്നു, റൈഡ് ദ ബൈസൈക്കിൾ. അതുപോലെ എന്താ, ഒരു കുട്ടി പന്ത് കളിക്കുന്നു. ഇവിടെ ഒരു ഡോഗ് നിൽപ്പുണ്ട്. അപ്പോൾ എന്താണോ ഈ ചിത്രത്തിൽ കാണുന്നത്? ചിൽഡ്രൻസ് പാരഡൈസ്. ഇതൊന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം, ഈ ചിത്രത്തിൽ കണ്ട കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ ആക്ടിവിറ്റി. ഡിസ്ക്രൈബ് ദ പിക്ചർ ആയിരുന്നു മൂന്നാമത്തെ ആക്ടിവിറ്റി. നാലാമത്തെ ആക്ടിവിറ്റി കോൺവെർസേഷൻ ആയിരുന്നു. ആഫ്റ്റർ ഹെർ ഫസ്റ്റ് ഫ്ലൈറ്റ് റൗളി കെയിം ബാക്ക് ഹോം. അപ്പോൾ റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ റൗളി ആൻഡ് ഹെർ ഫാദർ. തിരിച്ച് റൗളി ആദ്യത്തെ പറക്കലിന് ശേഷം വീട്ടിലെത്തി. റൗളിയും അച്ഛനും തമ്മിലുള്ള കോൺവെർസേഷൻ. ഓക്കെ, ഫാദർ ഔളി ചോദിക്കുന്നുണ്ട്, ഹു ആർ യു? അപ്പോൾ റൗളി എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഫാദർ റൗൾ എന്ത് പറഞ്ഞു, റൗളി എന്ത് പറഞ്ഞു? അപ്പോൾ ഓരോരുത്തരും അവരുടെ ആശയത്തിനനുസരിച്ച് കോൺവെർസേഷൻ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നാലാമത്തെ ആക്ടിവിറ്റി കോൺവെർസേഷൻ ആയിരുന്നു. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.